ആ സമ്മേളനത്തിലെ വിമർശനങ്ങൾ എന്താണ്? ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിക്കാൻ CPI നേതാക്കന്മാർ നിർബന്ധിതരായി എങ്കിൽ പോലും അണികൾ ഈ പോലീസ് എന്താണെന്ന് വ്യക്തമാക്കിയാണ്, ഭരണം പരാജയമാണെന്ന് അവർ തന്നെ വിലയിരുത്തുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് തട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ വിലപ്പോവില്ല. ഏതെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ കേരള നിയമസഭ ചേരുകയാണ്. ഞങ്ങൾ വിലക്കയറ്റം ഉന്നയിക്കും, പോലീസിൻ്റെ അക്രമം ഉന്നയിക്കും, കാർഷിക മേഖലയുടെ പ്രതിസന്ധി ഉന്നയിക്കും, ആരോഗ്യ മേഖലയുടെ തകർച്ച ഉന്നയിക്കും, വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ അരാജകത്വം ഞങ്ങൾ ചർച്ച ചെയ്യും, വന്യമൃഗ ശല്യം ഞങ്ങൾ ഇന്ന് സഭയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, തീരദേശ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ചർച്ച ചെയ്യാൻ തയ്യാറാണോ ഗവൺമെൻറ്? ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ്. അപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള വിഫല ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചേരിതിരിഞ്ഞുള്ള സമ്മേളനങ്ങൾ. അതെ, വളരെ വ്യക്തമല്ലേ അതാ ഞാൻ പറഞ്ഞത്. പോലീസിൻ്റെ തൃശ്ശൂരിലെ സുജിത്തിനുണ്ടായ ദുരനുഭവമാണ്, കൊടിയ മർദ്ദനങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നു, നിങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുത്തത്. അത് ജനങ്ങളുടെ മുൻപിൽ വരാതിരിക്കാൻ എത്രയോ കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവരാവകാശ പ്രകാരം അത് ലഭ്യമാക്കാൻ അവകാശമുണ്ടെങ്കിൽ പോലും, ബാധ്യതയുണ്ടെങ്കിൽ പോലും അത് കൊടുക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചു. അവസാനത്തെ പരിശ്രമം പരാജയപ്പെട്ടിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നത്. അതിനെ തുടർന്ന് ഒരുപാട് വെളിപ്പെടുത്തലുകളും പരാതികളും വരികയാണ്. മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഞങ്ങൾ ആ വിഷയം ഉൾപ്പെടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ ഉത്തരം മുട്ടും. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോഴത്തെ ഈ തട്ടിക്കൂട്ട് സമ്മേളനങ്ങളും. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിറ്റീസ് ഇല്ല. തീരുമാനിക്കാം. പ്രസിഡന്റ് ഒറ്റ കാര്യം കൂടെ, അതായത് വയനാട്ടിലെ സ്ഫോടക വസ്തു കള്ളക്കേസുണ്ടല്ലോ, കള്ളക്കേസിൽ ആരോപണവിധേയനായ കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ജോസ് നെല്ലിയാടൻ. അദ്ദേഹം ആരോപണ വിധേയനാണോ എന്ന് എനിക്കറിയില്ല. ട്രെയിൻ യാത്രയിലായിരുന്നല്ലോ, നിങ്ങൾക്കറിയാം. ഒരു തങ്കച്ചന്റെ പരാതി, തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തങ്കച്ചൻ ആരോപണം ഉന്നയിച്ചിരുന്നു. തങ്കച്ചന് ഒരു കേസുണ്ട്. തങ്കച്ചൻ നിരപരാധിയാണ്. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, പോലീസിനൊരു മെസ്സേജ് വരികയാണ്. ഒരാളുടെ വീട്ടിൽ കാർ പോർച്ചിൽ 11 മണിക്ക് വ്യാജ ചാരായം വെച്ചിട്ടുണ്ടെന്ന്. ഒരു പ്രൂഡന്റ് പോലീസ്, ബുദ്ധിശക്തിയുള്ളൊരു പോലീസ്. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈ 11 മണിക്ക് എൻ്റെ വീട്ടിൽ വ്യാജ ചാരായം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ ചെയ്ത് അറിയിക്കുമ്പോൾ ആ വിവരം എങ്ങനെ കിട്ടി? ഹൗ യു ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തൂലേ? ഈ പരാതിക്കാരൻ ആരാ? ഈ ഫോൺ ചെയ്യുന്ന ആളാ. അവരെ ആദ്യം പിടിക്കണം. പോലീസിന് 2 ഫോൺ കോൾ പോയി എന്ന് പറഞ്ഞു. ഒരു പ്രൂഡന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും ഒരാളുടെ വീട്ടിൽ, കാറിലല്ല, വീട്ടിൻ്റെ ഉള്ളിലല്ല, ഏതെങ്കിലും മുറിയിലല്ല, അലമാരയിലല്ല, ഫ്രിഡ്ജിലല്ല മദ്യം വെച്ചു എന്ന് പറഞ്ഞത്, കാറിൻ്റെ പോർച്ചിൽ. എന്നിട്ട് ആളെ അറസ്റ്റ് ചെയ്ത് 17 ദിവസം ജയിലിൽ കിടത്തിയത് തെറ്റാണ്. അതിൽ ആരുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കണം, നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിലേതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സംഘടന അതിനെ വളരെ ഗൗരവത്തിൽ കാണും. അതാണ് പറയാനുള്ളത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സംശയങ്ങൾ വേണമെങ്കിൽ പറയാം. പ്രതികളിലേക്ക് എത്തേണ്ടത് ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ വ്യക്തമാക്കട്ടെ ആരൊക്കെയാണ് പ്രതികൾ. എവർ ദേ മേ ബി, അവരാരുമാകട്ടെ. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം യോജിച്ച തീരുമാനമാണ്. ഞാനും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട 25ഓളം നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ പ്രസിഡന്റ്മാർ, അവരൊക്കെയായിട്ട് സംസാരിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ഘടകവും
KPCCയുടെ ഒരു ഭാരവാഹിയും ഒരംഗവും 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും 282 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും 1000-ലധികം വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ആരും അതിൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്കെല്ലാം അറിയാം ആരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലല്ല. ചില തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ വരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രാണവായുവായ വോട്ടവകാശത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും ചേരിതിരിവുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ, എതിർപക്ഷത്തിൻ്റെ ശ്രമങ്ങളിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു തത്സമയം.